ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം സുപ്രസിദ്ധ ചെറുകഥാകൃത്ത് ടോൾസ്റ്റോയ് എഴുതിയിട്ടുണ്ട്. ഒരു സാധു കൃഷിക്കാരൻ സമ്പന്നനായ ഒരു ജന്മിയുടെ അടുക്കൽ ചെന്ന് കൃഷിക്കാരന് അല്പം ഭൂമി വേണം എന്നാവശ്യപ്പെട്ടു. ഉദാരമനസ്കനായ ആ ജന്മി, നിന്റെ ആവശ്യത്തിന് ഭൂമി നീ തന്നെ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. കർഷകൻ അത്ഭുതപ്പെട്ടു പോയി. ജന്മിയുടെ നിബന്ധനകൾ വളരെ ലളിതമായിരുന്നു. നാളെ രാവിലെ 6 മണിക്ക് നീ ഇവിടെ വരണം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്ത് വൈകിട്ട് 6 മണിക്ക് ഇവിടെ തിരികെ എത്തണം. നാളെ എത്രയും ദൂരം നീ നടന്നു പോകുന്നുവോ അത്രയും സ്ഥലം ദാനമായി നിനക്ക് തരും. ആ സാധുവിന് സന്തോഷം കൊണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പ്രഭാതത്തിൽ പ്രഭുവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ യാത്ര തിരിച്ചു. 12 മണി വരെ നടന്നിട്ട് തിരികെ പോരുവാൻ തീരുമാനിച്ചു. ഉച്ചയായപ്പോൾ അവൻ ഒരു കുന്നിൻ്റെ മുകളിലെത്തി. മുമ്പിൽ കിടക്കുന്നത് മനോഹരമായ ഫലഭൂയിഷ്ഠയായ ഒരു താഴ്വരയാണ്. അടുത്ത് തന്നെ ഒരു നദിയുണ്ട്. അത്യാഗ്രഹിയായ ആ മനുഷ്യൻ താഴെ കൂടി ആ നദി വരെ എത്തി. സമയം വളരെ മുന്നോട്ട് നീങ്ങി. 6 മണിക്ക് തിരികെ എത്തണമല്ലോ. അവൻ ഓടാൻ തുടങ്ങി. ആഹാരം കഴിക്കാതെ ക്ഷീണിതനായ ആ മനുഷ്യൻ ഓടി ഒടുവിൽ തളർന്ന് വഴിയിൽ വീണ് മരിച്ചുപോയി. ഒരു മനുഷ്യന് അത്യാവശ്യമുള്ളത് 6 അടി മണ്ണ് മാത്രമാണ്. അത്യാഗ്രഹം ആ സാധു കർഷകനെ ശവക്കുഴിയിലാക്കി. ആധുനിക മനുഷ്യൻ ധനികനാകാൻ പരക്കം പായുകയാണ്. പണം സമ്പാദിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ്. ധനത്തിൻ്റെ മോഹത്തിൽ മനുഷ്യനെയും ദൈവത്തെയും മറന്നുപോകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് യൗവനക്കാരനായ തിമോത്തിയോസിനോട് പറയുന്ന വേദഭാഗമാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചു കേട്ടത്. നീ ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരണം. തുടർന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക എന്നാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകജീവിത യാത്രയിൽ നമുക്ക് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് അത് മതി എന്ന് വെക്കാം. അമിതമായ ദ്രവ്യാഗ്രഹം നമ്മെ ദൈവഭക്തിയിൽ നിന്നും അകറ്റും. വചനത്തെ അടിസ്ഥാനമാക്കി വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൻ്റെതായ യാതൊരു ദ്രവ്യാഗ്രഹവും എന്നെ അലട്ടുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കർത്താവിലുള്ള ഭക്തിയോടുകൂടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.